തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി പുനലൂർ നിവാസികൾ. നഗരത്തിൽ വർഷങ്ങളായി തെരുവുനായ്ക്കളെ പേടിച്ച റോഡിലേക്കിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണുള്ളത്. ദേശീയപാതയിലും സിവിൽ സ്റ്റേഷനിലും താലൂക്ക് ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ മിക്ക സ്ഥാപനങ്ങളിലും നായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നഗരത്തിൽ 6ഓളം പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. 7ഉം 11ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് പരിക്കേറ്റത്. പുനലൂർ സെൻഗുരേറ്റി സ്കൂളിന് സമീപം വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. നഗരത്തിൽ തുടർച്ചയായി തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറിയിലെ ജൂനിയർ സൂപ്രണ്ടിനെയും വിവിധ ഓഫീസുകളിലായി എത്തിയ മറ്റു 3 പേരെയും നായ കടിച്ച് പരിക്കേൽപ്പിച്ചത് 6 മാസങ്ങൾക്ക് മുൻപാണ്. ഇതിനു മുമ്പ് KSRTC ഡിപ്പോയിൽ കടന്ന തെരുവുനായ ബസ്സിൽ കിടന്നുറങ്ങുകയായിരുന്ന ഡ്രൈവറെ ഉൾപ്പെടെ ഒട്ടേറെ പേരെ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. നഗരത്തിൽ ഏറ്റവും അധികം ആളുകളെത്തുന്ന കച്ചേരി റോഡും സിവിൽ സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി പരിസരവും നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി പ്രകാരമുള്ള വന്ധീകരണം പദ്ധതികൾ മുടങ്ങിയിട്ടും നാളുകൾ ഏറെയാകുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 434 തെരുവുനായ്ക്കളെയാണ് പുനലൂരിൽ വന്ധീകരിച്ചത്. 2ാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് നഗരസഭയിലെയും മൃഗാശുപത്രിയിലെയും അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമുണ്ടായില്ല. മൃഗക്ഷേമ ബോർഡിൽ നിന്നുള്ള അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി പാതിവഴി നിലച്ചുപോയതിനുള്ള കാരണമെന്ന് അധികൃതർ പറയുന്നു. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിക്ഷേപിക്കപ്പെടുന്ന ആഹാരാവശിഷ്ടങ്ങളും അറവവശിഷ്ടങ്ങളും തേടിയാണ് നായ്ക്കൾ കൂടുതലും പട്ടണത്തിലേക്ക് എത്തുന്നത്. തെരുവുനായ്ക്കളെ രഹസ്യമായി തീറ്റുന്ന മൃഗസ്നേഹികൾ വരെ പുനലൂർ പട്ടണത്തിലുണ്ട്. രാത്രിയിൽ പതിവായി എത്തുന്ന മൃഗസ്നേഹികൾ തെരുവുനായ്ക്കൾക്ക് ആഹാരവും നൽകുന്നു. ഇതുതന്നെയാണ് പ്രധാന പാതകളിലടക്കം നായ്ക്കൾ തമ്പടിക്കുന്നതിനുള്ള കാരണം. കച്ചേരി റോഡിലുൾപ്പെടെ രാത്രി നായ്ക്കളെ രഹസ്യമായി തീറ്റിപ്പോറ്റുന്ന മൃഗസ്നേഹികളെയും കാണാം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.